നമസ്കാരം കൂട്ടുകാരെ, 2022 പുറത്തിറങ്ങിയ ഒരു അതിഗംഭീര ഇന്തോനേഷ്യൻ വെബ് സീരീസ് വെഡ്ഡിംഗ് എഗ്രിമെന്റ് നമ്മുടെ ചാനലിൽ തന്നെ വെഡ്ഡിംഗ് എഗ്രിമെന്റ് എന്ന സിനിമ ചെയ്തിരുന്നല്ലോ. ആ സിനിമ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വളരെ ബൃഹത്തായ നോവലിനെ 1.5 മണിക്കൂറിൽ സിനിമയാക്കിയപ്പോൾ കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ കുറെ ഭാഗങ്ങളൊക്കെ അതിൽ മിസ്സിംഗ് ആയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ആ നോവലിന്റെ പകുതി മാത്രമേ ആ സിനിമയിലുള്ളൂ. ഒരുപാട് പേർ ആവശ്യപ്പെട്ടതുകൊണ്ടും അതിന്റെ തുടർച്ച കാണണമെന്ന് പറഞ്ഞതുകൊണ്ടുമാണ് വെഡ്ഡിംഗ് എഗ്രിമെന്റ് എന്ന സീരീസ് ചെയ്യാൻ തീരുമാനിച്ചത്. സിനിമ ഇറങ്ങിയ ശേഷം സിനിമ വളരെയധികം സക്സസ്ഫുൾ ആയി മാറിയപ്പോഴാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ വെബ് സീരീസുമായി വരുന്നത്. ഇന്നു മുതൽ അതിന്റെ കഥ ആരംഭിക്കുകയാണ്. ആദ്യ എപ്പിസോഡിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഒരു വിവാഹ ദിവസത്തിൽ നിന്നുമാണ്. വരനായ ബിയാൻ വല്ലാതെ അസ്വസ്ഥതയിലായിരുന്നു. എന്തൊക്കെയോ കൺഫ്യൂഷൻ ബിയാന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ. മുമ്പോട്ട് പോകണോ പിന്മാറണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. വാതിലിൽ വന്ന് ബിയാന്റെ സഹോദരി ബിയാനെ മുട്ടി വിളിക്കാൻ ആരംഭിച്ചു. ആലോചനയിൽ മുഴുകിയിരുന്ന ബിയാൻ അതൊന്നും ആദ്യമേ ശ്രദ്ധിച്ചതേയില്ല. ഇതേ സമയം മറ്റൊരിടത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി കാർ ഓടിച്ചു പോകുന്നുണ്ടായിരുന്നു. സാറ എന്ന ബിയാന്റെ കാമുകിയായിരുന്നു അത്. ബിയാന്റെ വിവാഹ ദിവസമാണല്ലോ, സാറ എങ്ങനെ കരയാതിരിക്കും? അവരുടെ പ്രണയം പരാജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബിയാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പോവുകയാണ്. അവൾ വേദനയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. മറുവശത്ത് ബിയാനും. ബിയാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതേ സമയം വേറൊരിടത്ത് ഇതൊന്നും അറിയാതെ ബിയാന്റെ വധുവാവാൻ തയ്യാറെടുത്ത് താരി എന്ന പെൺകുട്ടി അണിഞ്ഞൊരുങ്ങുകയായിരുന്നു. സഹോദരിക്ക് ഞാൻ കുറച്ചധികം നേരം മുട്ടി വിളിച്ചതും ബിയാൻ വാതിൽ തുറന്നു. ബിയാൻ തയ്യാറായിട്ടില്ലെന്ന് കണ്ടതും വൈകാൻ പറ്റില്ല, നീ പോയി തയ്യാറായിക്കേ, ഇതെന്താ ഈ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് കിനാൻ ബിയാനെ ശകാരിച്ചു. ബിയാൻ തയ്യാറാകുവാൻ പോയി. അധികം വൈകാതെ വിവാഹം നടക്കുന്ന വേദിയിലേക്ക് ഏവരും എത്തിച്ചേർന്നിരുന്നു. നിക്കാഹിന്റെ ചടങ്ങുകൾ ആരംഭിക്കാൻ തുടങ്ങി. വിവാഹം ചെയ്തു കൊടുക്കുന്ന വധുവിന്റെ ഗാർഡിയൻ വരന്റെ അടുക്കൽ വധുവായി അവളെ സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു. ഒരു നിമിഷം ബിയാൻ തന്റെ ആലോചനകളിൽ ആണ്ടുപോയിരുന്നു. അവന്റെ മനസ്സിലേക്ക് സാറയ്ക്കൊപ്പം അവൻ ചെലവഴിച്ച നിമിഷങ്ങൾ ഓരോന്നോരോന്നായി ഓടി വന്നുകൊണ്ടിരുന്നു. ബിയാൻ മിണ്ടാതിരിക്കുന്ന കണ്ടതും സദസ് ഒന്നടങ്കം നിശബ്ദമായി മാറിയിരുന്നു. ബിയാന്റെ കൈ പിടിച്ചിരുന്ന ഗാർഡിയൻ അവന്റെ കയ്യിലൊന്നമർത്തി. സ്വബോധത്തിലേക്ക് തിരികെ വന്ന ബിയാൻ വചനങ്ങൾ ആവർത്തിച്ച് വധുവായി താരിയെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് പ്രാർത്ഥനകളോടെ വിവാഹ ചടങ്ങുകൾ പൂർത്തിയായി. ശേഷം റിസപ്ഷൻ നടക്കുകയായിരുന്നു. ഏവരും വലിയ സന്തോഷത്തിലാണ്. പക്ഷേ ബിയാന്റെ മുഖത്തു മാത്രം തീരെ സന്തോഷമില്ലായ്മ പ്രകടമായിരുന്നു. താരിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ അമി വന്ന് ബിയാനെയും താരിയെയും ചേർത്തു പിടിച്ച് ഒരു ഫോട്ടോ എടുക്കുക വരെ ചെയ്തു. റിസപ്ഷൻ തുടർന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കെ വേദിയിൽ മറഞ്ഞു നിന്നെന്ന പോലെ കണ്ണീരോടെ സാറ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ദുഃഖം സഹിക്കവയ്യാതെ സാറ അവിടെ നിന്ന് തിരികെ ഓടിപ്പോന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുഃഖം സഹിക്കവയ്യാതവൾ പണ്ട് ബിയാൻ അണിയിച്ച മോതിരം താഴേക്ക് വലിച്ചെറിഞ്ഞു. സംഭവ ബഹുലമായ അവരുടെ ജീവിതകഥ അവിടെ ആരംഭിക്കുകയായിരുന്നു. വിവാഹശേഷം ബിയാനും താരിയും ബിയാന്റെ വീട്ടിലേക്ക് വന്നു. വിവാഹം കഴിഞ്ഞയുടൻ തന്നെ ഇന്തോനേഷ്യയിലും മറ്റും പുതിയ വീട്ടിലേക്ക് താമസം മാറും. താരിയുമായി വീട്ടിലേക്ക് എത്തിയതും അവളുടെ ലഗേജ് പോലും എടുക്കാൻ കൂട്ടാക്കാതെ ബിയാൻ വീടിനകത്തേക്ക് കയറിപ്പോയി. താരി തനിച്ചായിരുന്നു ലഗേജൊക്കെ എടുത്ത് വീട്ടിലേക്ക് കയറി വന്നത്. വളരെയധികം വിശ്വാസിയായി നല്ല രീതിയിൽ ജീവിക്കുന്ന താരി തനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു വീട്ടിലേക്ക് കയറി വരുന്നത്. പക്ഷേ വന്നപാടെ ഗൗരവത്തിൽ ബിയാൻ പറഞ്ഞു, ദാ ഈ താഴെ കാണുന്നതാ നിന്റെ മുറി, അതെങ്ങനെ വേണമെന്ന് വെച്ചാ നീ യൂസ് ചെയ്തു. അവളുടേത് മാത്രമായി ഒരു മുറി ബിയാൻ കൊടുക്കുന്നത് അവൾക്കല്പം സംശയമുണ്ടാക്കിയിരുന്നു. എങ്കിലും ആ സമയത്ത് അവളൊന്നും പറഞ്ഞില്ല. ബിയാൻ മുകൾ നിലയിലെ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ഇരിക്കാൻ ആരംഭിച്ചു. ആ സമയമായിരുന്നു അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. മെസ്സേജ് സാറയുടേതാണ്. കൺഗ്രാറ്റുലേഷൻ ബിയാൻ, നിക്കാഹിന്റെ വചനങ്ങളൊക്കെ നീ നന്നായി പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ മെസ്സേജ്. വിവാഹത്തിന് മുമ്പ് സാറയുമായി വഴക്കിട്ടതിനെ പറ്റി ബിയാൻ ഓർത്തെടുത്തു. ബിയാന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. അതറിഞ്ഞ സാറ വല്ലാതെ അസ്വസ്ഥയായി. തനിക്കൊരു പ്ലാൻ ഉണ്ടെന്നും ഞാൻ പറയുന്ന കേൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് ബിയാൻ സാറയുടെ അടുത്ത് ചെന്നെങ്കിലും ഏറെ അസ്വസ്ഥയായിരുന്ന സാറ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നീ അവളെ വിവാഹം ചെയ്യാനല്ലേ പോകുന്നേ, ഇനി നീ എന്നോട് ഒന്നും പറയണ്ട, നിന്നെ ഞാൻ വിശ്വസിക്കേമില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് അവിടെ നിന്ന് പോയിരുന്നു. അതൊക്കെ ആലോചിച്ച ബിയാന് വല്ലാത്ത കലി വന്നു. ദേഷ്യത്തിൽ തന്റെ വെഡ്ഡിംഗ് റിംഗ് ഊരിയ ബിയാൻ അതെടുത്ത് മുറിയിലെ അക്വേറിയത്തിനകത്തേക്കിട്ടു. എന്തു വേണമെന്നറിയാത്തൊരു വീർപ്പുമുട്ടൽ ബിയാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അന്ന് കുറച്ചു കഴിഞ്ഞ് ബിയാൻ താഴേക്ക് വന്നു. താരിയുമായി സംസാരിക്കാൻ ഡൈനിങ് ടേബിളിലിരുന്നു.
അവൾക്ക് മുമ്പിലേക്ക് ഒരു പേപ്പർ സൈൻ ചെയ്യാൻ എന്നവണ്ണം ബിയാൻ നീട്ടിവെച്ചിരുന്നു. ഇതെന്താ? താരി ചോദിച്ചു. ഇതൊരു മാരേജ് എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റോ? അതെ, മാരേജ് എഗ്രിമെന്റ്. നമ്മൾ വിവാഹിതരായിരിക്കുന്ന കാലത്തോളം ഇതിന് പ്രസക്തിയുണ്ടാകും. എന്നുവെച്ചാ നിനക്കറിയാലോ, ഞാൻ എന്റെ താല്പര്യത്തിന് തിരഞ്ഞെടുത്തതൊന്നുമല്ല നിന്നെ. എനിക്ക് നിന്നോട് പ്രണയവുമുണ്ടായിരുന്നില്ല. എന്നേക്കും ഈ വിവാഹം തുടർന്നു പോണം എന്നാണോ നിന്റെ ആഗ്രഹം? ബിയാൻ, ക്ഷമിക്കണം, നിങ്ങൾക്ക് ഈ വിവാഹം തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ലേ? എന്റെ സ്ഥലം എന്റേത് മാത്രമാണ്, നിന്റേതായിരിക്കുകയും ചെയ്യും. 2ാം നിലയുണ്ടല്ലോ, മുകൾ, അങ്ങോട്ടേക്ക് നിനക്ക് പ്രവേശനമില്ല. താഴെ നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഭാര്യയുടേതായ ഒരു കടമയും നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല. പിന്നെ നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിനക്കെന്റെ അനുവാദവും വേണ്ട. നിനക്കിഷ്ടമാണോ നീ അതങ്ങ് ചെയ്തോളണം. ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന അപരിചിതർ മാത്രമായിരിക്കും നമ്മൾ. ഭാര്യ എന്ന നിലയിൽ നിനക്കിവിടെ ഒരു ഡ്യൂട്ടിയും ഉണ്ടായിരിക്കില്ല. ഇതൊക്കെയാണ് എഗ്രിമെന്റിലുള്ളത്. ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ? അത്രയും പറഞ്ഞ ശേഷം ബിയാൻ ചോദിച്ചു, ഇതിലെ സെപ്പറേറ്റഡ് എന്നെഴുതിയിരിക്കുന്നത് എന്താ? താരിയുടെ മറുചോദ്യം വന്നു. അതറിയണമെന്ന് നിർബന്ധമാണോ? അതെ, എനിക്ക് മനസ്സിലാക്കണമെന്നുണ്ട്. ഈ വിവാഹത്തിന്റെ തുടക്കം തൊട്ടേ നമ്മുടെ വിവാഹം കഴിഞ്ഞ 1 കൊല്ലം കഴിഞ്ഞ് നിന്നെ ഡിവോഴ്സ് ചെയ്യണം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടേയിരുന്നത്. നിന്റെ അടുത്ത് ആരും അത് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവില്ല. നിന്നെ വിവാഹം കഴിക്കാം എന്ന് ഞാൻ വാഗ്ദാനമൊന്നും തന്നിട്ടില്ലല്ലോ. ഞാൻ വാക്കുകൊടുത്ത ഒരു പെൺകുട്ടിയുണ്ട്, എന്റെ പ്രണയിനി. നിന്നെ ഡിവോഴ്സ് ചെയ്ത് അവളെ വിവാഹം കഴിക്കാനാണ് ഞാൻ പോകുന്നത്. അത് തടയാൻ നിന്നെ കൊണ്ട് സാധിക്കുകയുമില്ല. നിന്നെ വിവാഹം കഴിക്കേണ്ട നിർബന്ധിതാവസ്ഥ ഉണ്ടായിരുന്നോണ്ടാ നിന്നെ ഞാൻ വിവാഹം കഴിച്ചേ. പക്ഷേ ഇത് അധികകാലമൊന്നും മുമ്പോട്ട് പോവില്ല, അത് ഞാൻ തറപ്പിച്ചു പറയാം. അത് കേട്ടതും താരി വല്ലാതെ ഇമോഷണലായി. അല്ലാഹുവേ, ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നാലെ ബിയാനോടായി ചോദിച്ചു, നിങ്ങൾക്കപ്പോ ഈ വിവാഹം വെറും ഒരു കുട്ടിക്കളി മാത്രമാണോ? പിന്നെ നമ്മുടെ കുടുംബം, അവര് നമ്മളെപ്പറ്റി എന്തു വിചാരിക്കും? നിനക്കിത് സഹിക്കാൻ പറ്റില്ലേ? നീ ഇപ്പോ തന്നെ വേഗം പോയി ഡിവോഴ്സ് ചെയ്ത് പോവാൻ നോക്കിക്കോ. എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ബിയാൻ മുകളിലേക്ക് കയറിപ്പോയി. താരി വേദനയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. നല്ലൊരു വിവാഹ ജീവിതം ആഗ്രഹിച്ച താരി തന്റെ ജീവിതം ഇത്തരത്തിലായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതേയില്ല. അടുത്ത ദിവസം മുതൽ ഇരുവരും ജോലിക്ക് പോയി തുടങ്ങി. ബിയാൻ ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയറായി ജോലി നോക്കുകയായിരുന്നു. താരിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട്, ഫ്രോസൺ ബ്രെഡിന്റെ ബിസിനസ്. ക്യൂൻ സാൻഡ്വിച്ച് എന്നായിരുന്നു അതിന്റെ പേര്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഷോപ്പായിരുന്നു താരിയുടേത്. ബിയാനും തന്റെ ജോലിയിൽ ശ്രദ്ധ കൊടുത്തിരുന്നു. ബിയാൻ അന്ന് ജോലി സ്ഥലത്ത് വെച്ച് വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോ ഒരു വർക്കർ കയ്യിലുണ്ടായിരുന്ന വേസ്റ്റ് കുപ്പി ട്രാഷ് ബിന്നിൽ കൊണ്ടുചെന്നിട്ടു. ബിയാന്റെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയി. സാറയെ ആദ്യമായി കണ്ട ദിവസത്തിലേക്ക്. ബിയാൻ കോളേജിൽ പഠിക്കുന്ന സമയം അൽത്തി എന്ന തന്റെ കസിനെ കാണുവാൻ അൽത്തിയുടെ കോളേജിലേക്ക് അവൻ എത്തിയിരുന്നു. കയ്യിൽ കുടിച്ചുകൊണ്ടിരുന്ന ക്യാൻ ആരും കാണുന്നില്ലെന്ന് കണ്ടതും ബിയാൻ സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു. അത് കണ്ടുകൊണ്ടായിരുന്നു സാറ അങ്ങോട്ടേക്ക് വന്നത്. വേസ്റ്റ് എങ്ങനെ വലിച്ചെറിഞ്ഞതിന് സാറ ബിയാനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. വേസ്റ്റ് ബിന്നിൽ ഇട്ടുകൂടെ, ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് തർക്കിക്കാൻ ആരംഭിച്ചു. പക്ഷെ ബോർഡൊന്നും താൻ കണ്ടില്ല എന്ന് പറഞ്ഞ് ബിയാൻ തന്റെ വശം ന്യായീകരിക്കുകയായിരുന്നു. സാറയ്ക്ക് ദേഷ്യം വന്നു. സാറ അവിടുത്തെ ഗാർഡനിൽ ബോർഡ് തിരഞ്ഞു. നിർഭാഗ്യവശാൽ ബോർഡ് മറിഞ്ഞു കിടക്കുകയായിരുന്നു. മറിഞ്ഞു കിടന്ന ബോർഡല്ലേ, താനത് കണ്ടിട്ടില്ല, അപ്പൊ എന്റെ കുറ്റമല്ലല്ലോ, ബോർഡിന്റെ കുറ്റമല്ലേ എന്ന മട്ടിലായി ബിയാൻ. ആ സമയമാണ് അങ്ങോട്ടേക്ക് അൽത്തി കടന്നു വരുന്നത്. അൽത്തിയും സാറയും പരിചയമുണ്ട്, അവർ കൂട്ടുകാരുമാണ്. നിങ്ങൾ അറിയുമോ എന്ന് ചോദിച്ച് കടന്നു വന്ന അൽത്തി അവർ അറിയില്ലെന്ന് മനസ്സിലാക്കിയതും പരസ്പരം അവരെ പരിചയപ്പെടുത്തി. ബിയാൻ സാറയ്ക്ക് നേരെ ഷെയ്ക്ക് ഹാൻഡിനായി കൈനീട്ടിയെങ്കിലും അവനെ അവഗണിച്ച് എനിക്ക് വേറെ പോയിട്ട് പണിയുണ്ടെന്ന് പറഞ്ഞ് സാറ അവിടെ നിന്ന് പോന്നു. അന്നൊരു ഞെട്ടലോടെ, ഇവിടെ ശരിക്കും നിന്റെ കൂട്ടുകാരി തന്നെയാണോടാ എന്ന് ബിയാൻ ചോദിക്കുന്നുമുണ്ട്. പിന്നാലെ ഓർമ്മയിൽ നിന്നുണർന്ന ബിയാൻ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആരംഭിച്ചു. ഈ സമയം പള്ളിയിൽ ബാങ്കുവിളി മുഴങ്ങുന്നുണ്ടായിരുന്നു. ഇത് പ്രയർ ടൈമാണ്, അത് കഴിഞ്ഞ് സംസാരിച്ചാ പോരെ എന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ചോദിച്ചെങ്കിലും ഇതിപ്പോ തീരുമെന്ന് പറഞ്ഞ് ബിയാൻ തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ബിയാൻ അത്രമേൽ വലിയൊരു വിശ്വാസിയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ സമയവും ബിയാൻ ഒരു പ്രശ്നമായിരുന്നില്ല. മറുവശത്ത് താരിയാകട്ടെ ബാങ്കുവിളി മുഴങ്ങിയതും തന്റെ കസ്റ്റമേഴ്സിനോട് പ്രാർത്ഥനാ സമയമായി, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ, പ്രാർത്ഥിച്ച് വേഗം തിരികെ വരാം എന്ന തരത്തിൽ വളരെ ഭവ്യതയോട് ചോദിച്ചു. കസ്റ്റമേഴ്സിനും അത് പ്രശ്നമായിരുന്നില്ല. താരിയും ഷോപ്പിലെ മറ്റുള്ളവരും നമസ്കരിക്കുവാൻ മുറിക്കകത്തേക്ക് കയറി. അന്ന് നമസ്കാരം കഴിഞ്ഞുള്ള പ്രാർത്ഥനയിൽ തന്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞ് ദൈവത്തോട് അവൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനകൾക്കിടയിൽ അവൾ കരയുക പോലും ചെയ്തു. അവളുടെ പ്രാർത്ഥനയും കരച്ചിലും അമ്മ ശ്രദ്ധിച്ചിരുന്നു. നീയും ബിയാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന മട്ടിൽ അമ്മി അവളോട് ചോദിച്ചു. ആദ്യം പറയാൻ അവൾ മടിച്ചെങ്കിലും അവൾക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്ന അമ്മി അവളോട് നിർബന്ധിച്ച് തന്നെ ചോദിക്കാൻ ആരംഭിച്ചു. അന്ന് രാത്രിയിൽ ബിയാൻ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ
കഴിയുമ്പോൾ ബിയാനുള്ള ഡിന്നറും തയ്യാറാക്കി താരി കാത്തിരുന്നിരുന്നു. ബിയാൻ വന്നതും ഇതൊന്ന് രുചിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ബിയാന് പിന്നാലെ തന്നെ താരി ചെന്നു. ടെയർ കയറി പകുതി ദൂരം പിന്നിട്ടതും ബിയാൻ തിരിഞ്ഞ് അവളെ താഴേക്ക് ഇറക്കി വിട്ടു. ഇതൊന്നും എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് അവളോട് ക്ഷോഭിക്കുകയും ചെയ്തു. മുകളിലേക്ക് കയറി വന്നു പോവരുത് എന്നൊന്നുകൂടി പറഞ്ഞ് ബിയാൻ തന്റെ മുറിയിലേക്ക് പോയി. താരി വല്ലാതെ ദുഃഖിതയായിരുന്നു. മുറിയിലേക്കെത്തിയ ബിയാൻ അസ്വസ്ഥനായിരുന്നു. ഫോണെടുത്ത് അവൻ സാറയെ വിളിക്കാൻ ശ്രമിച്ചു. മറുവശത്ത് സാറയാകട്ടെ ദുഃഖത്തിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ബിയാന്റെ കോൾ കണ്ടെങ്കിലും അവൾ അത് അറ്റൻഡ് ചെയ്തില്ല. ബിയാൻ സാറയ്ക്ക് മെസ്സേജ് അയച്ചു. സാറ, നീ ഇതെവിടെയാ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. സാറയെ രണ്ടാമത് കണ്ടതിനെ പറ്റി അന്ന് ബിയാൻ ആലോചിച്ചു. ഒരിക്കൽ അൽത്തിക്കടുത്തെത്തുമ്പോ അൽദിയും സാറയും സംസാരിച്ചിരിക്കുകയായിരുന്നു. താൻ അവിടെ ഇരുന്നോട്ടെ എന്ന് വന്ന് ബിയാൻ സാറയോടും അൽത്തിയോടുമായി ചോദിച്ചു. ബിയാനോട് വലിയ താല്പര്യമില്ലാതിരുന്ന സാറ മൊത്തമായും ഇവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞ ഗൗരവത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ താരി വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ബിയാൻ എഴുന്നേക്കുന്നത്. ദേഷ്യത്തോടെ വന്ന് ബിയാൻ വാതിൽ തുറന്നു. പ്രഭാത നമസ്കാരത്തിന് വേണ്ടി വിളിക്കാൻ വന്നതാണ് എന്നവൾ അവനോട് പറഞ്ഞു. എനിക്കതിനൊന്നും താല്പര്യമല്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ബിയാൻ തിരികെ പോയി കിടന്നു. താരിക്ക് അതിൽ ചെറിയ ദുഃഖം തോന്നിയിരുന്നു. നേരം രാവിലെയായി. താരി ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു. എന്റെ ടവൽ കണ്ടോ എന്ന് ചോദിച്ച് ബിയാൻ താഴേക്കിറങ്ങി വന്നു. താനത് അലക്കിയിട്ടു എന്ന് താരി മറുപടി പറഞ്ഞതും നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? വേലക്കാരി ഡാർമി എവിടെ പോയി? അവരത് ചെയ്തോളൂലേ എന്നായിരുന്നു ബിയാന്റെ ചോദ്യം. അവര് 2 ദിവസം അവധിയാ, സുഖമില്ലെന്നാ പറഞ്ഞേ എന്നവൾ മറുപടി പറഞ്ഞു. അങ്ങനാണെങ്കിലും നീ അതൊന്നും ചെയ്യണ്ട, ഒന്നുകിൽ പണം കൊടുത്ത് വേറെ എവിടെങ്കിലും ഏൽപ്പിച്ചോ എന്ന് ബിയാൻ പറഞ്ഞതും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരാൻ സന്തോഷമേ ഉള്ളൂ എന്നവൾ മറുപടി പറഞ്ഞു. നിന്നോട് ഒരു കടപ്പാടും ഉണ്ടാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നായിരുന്നു ബിയാന്റെ മറുപടി. പിന്നീട് ബിയാൻ ഓഫീസിൽ പോവാൻ ഇറങ്ങി വരുമ്പോൾ അവനായി ഉണ്ടാക്കിയ ലഞ്ച് ബിയാന് കൊടുക്കുവാൻ താരി ശ്രമിച്ചു. പക്ഷേ അതും തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ് ബിയാൻ താരിയോട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. ബിയാൻ അന്ന് നേരെ പോയത് സാറയുടെ ഓഫീസിൽ സാറയെ കാണാനായിരുന്നു. പക്ഷേ അവിടെ വെച്ചും സാറ ബിയാനോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. സെക്യൂരിറ്റിയോട് ബിയാനെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞു. ബിയാന് ഏറെ ദുഃഖം തോന്നിയിരുന്നു. ബിയാന്റെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയി. ബിയാൻ ഒരിക്കൽ ഒരു ക്ലബിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാറയെ കുറച്ചുപേർ ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അവൻ കണ്ടു. ബിയാൻ പോയി ഇടപെട്ട് അന്ന് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെയൊക്കെ അവിടെ നിന്ന് ഓടിച്ചിരുന്നു. രാത്രി ഏറെ വൈകിയ സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സാറയെ താൻ ഡ്രോപ്പ് ചെയ്തോളാം എന്ന് ബിയാൻ പറയുകയും അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. സാറ പക്ഷേ അന്നും ഏറെ ഗൗരവത്തിൽ തന്നെയായിരുന്നു ബിയാനോട് ഇടപഴകിയത്. അന്ന് സാറയെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോ രാത്രി വൈകി ഇങ്ങനെ കറങ്ങി നടക്കരുത്, അതൊക്കെ ഇതുപോലെ പ്രശ്നമാകും എന്ന് ബിയാൻ സാറയെ ഉപദേശിച്ചു. എനിക്ക് ആവശ്യമുള്ളതുകൊണ്ടാ പോയത് എന്നായിരുന്നു സാറയുടെ മറുപടി. പിന്നെ എന്റെ സംരക്ഷകനെ പോലെ നീ സ്വയം കരുതൊന്നും വേണ്ട എന്നും സാറ പറഞ്ഞിരുന്നു. ബിയാൻ പിന്നെയൊന്നും മിണ്ടിയില്ല. വീടെത്തുന്നതിനു മുമ്പേ ഒരു റോഡരികിൽ തന്നെ ഇവിടെ ഇറക്കിയാൽ മതി എന്ന് സാറ പറഞ്ഞു. വീട് വരെ നടന്നുകൊണ്ടാക്കണോ എന്ന് ബിയാൻ ചോദിച്ചെങ്കിലും വേണ്ടെന്നായിരുന്നു സാറയുടെ മറുപടി. സെക്യൂരിറ്റി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് ബിയാൻ ഓർമ്മയിൽ നിന്നുണർന്നത്. ബിയാൻ അന്ന് നിരാശയോടെ സാറയുടെ ഓഫീസിൽ നിന്ന് പോരേണ്ടി വന്നു. ഇതേ സമയം മറുവശത്ത് താരിയും ബെസ്റ്റ് ഫ്രണ്ട് അമിയും സംസാരിക്കുകയാണ്. അടുത്ത ദിവസം ബിയാന്റെ ബർത്ത്ഡേ ആണെന്നും ബിയാന് നല്ലൊരു ഗിഫ്റ്റും സർപ്രൈസ് പാർട്ടിയും കൊടുക്കണം എന്നുമുള്ള ആഗ്രഹം താരി അമിയോട് പറഞ്ഞു. അവന് പറ്റിയൊരു ഗിഫ്റ്റ് ഉണ്ട്, അവന്റെ ആ ഗേൾഫ്രണ്ടില്ലേ അവളെ തന്നെ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞ് അമി താരിയെ കളിയാക്കി. അവർക്കിടയിലെ സൗഹൃദം പ്രകടമായിരുന്നു. കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് എത്തിയെങ്കിലും ബിയാൻ ഓർമ്മകളിൽ മുഴുകിപ്പോയിരുന്നു. സാറയെ അന്ന് ഡ്രോപ്പ് ചെയ്ത ശേഷം പിന്നീടാണ് അവൻ മനസ്സിലാക്കുന്നത് അതേ ക്ലബിൽ താഴെയുള്ള റെസ്റ്റോറന്റിൽ സാറ വെയിട്രസായി ജോലി നോക്കുന്നുണ്ട്. അന്നു മുതൽ സാറയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന ജോലി ബിയാൻ ഏറ്റെടുത്തു. പതിയെ പതിയെ ചെറിയൊരു സൗഹൃദം അവർക്കിടയിൽ രൂപപ്പെടുന്നുണ്ടായിരുന്നു. രാത്രി വൈകിയുള്ള ഈ ജോലി നിനക്ക് ശരിയാവുന്നതല്ലെന്നും നീ എക്കണോമിക്സ് പഠിച്ചതല്ലേ, എന്റെ ഒരു സുഹൃത്തിന്റെ ബിസിനസ് ഉണ്ട്, അവിടെ അക്കൗണ്ടന്റിനെ നോക്കുന്നുണ്ട്, അവിടെ നിനക്ക് ഞാനൊരു ജോലിക്ക് പറയാം എന്ന് ബിയാൻ അവളോടായി പറഞ്ഞു. നീ ഇപ്പോ ജോലി ചെയ്യുന്നയിടം സുരക്ഷിതമല്ലെന്നും സുരക്ഷിതമായി നീ ജോലി നോക്കണം എന്ന എന്റെ ആഗ്രഹം എന്നും ബിയാൻ കൂട്ടിച്ചേർത്തിരുന്നു. തന്റെ മേൽ ബിയാൻ കാണിക്കുന്ന ആ കെയറിനൊക്കെ ചെറിയൊരു സന്തോഷം സാറയ്ക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ബിയാന്റെ സുഹൃത്തിന്റെ സ്പോർട്സ് സെന്ററിൽ അക്കൗണ്ടന്റായി അവൾ ജോലിക്ക് കയറി. അവിടെ നിന്നുമായിരുന്നു അവരുടെ സൗഹൃദം വളരുന്നത്. ഒരിക്കൽ ബിയാനും സാറയും ഒന്നിച്ച് ഒരു അക്വേറിയം
കാണുവാൻ പോയി. അവിടെ വെച്ച് ബിയാൻ അവളെ പ്രപ്പോസ് ചെയ്തു. സാറയ്ക്കും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ബിയാന്റെ പ്രപ്പോസൽ അവൾ സ്വീകരിച്ചു. അന്ന് രാത്രിയിൽ ഏറെ വൈകിയായിരുന്നു ബിയാൻ വീട്ടിലേക്ക് തിരികെ പോന്നത്. താരി ബിയാനെ കാത്തിരുന്നിരുന്നു. ബിയാൻ വന്നതും പിന്നാലെ ചെന്ന് ഡിന്നർ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ബിയാന് പിന്നാലെ മുകൾ നിലയിലേക്ക് അവൾ കയറി ചെന്നുകൊണ്ടിരുന്നു. സ്റ്റെപ്പ് പാതിയിലെത്തിയതും ബിയാൻ അവളെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ഗൗരവത്തിൽ പറഞ്ഞു, നീ എന്തിനാ ഇത്ര വൈകിയും ഉണർന്നിരിക്കുന്നേ? എനിക്ക് വേണ്ടി എന്തിനാ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നേ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? താരി ഒന്ന് നിശബ്ദയായി. ബിയാൻ പോവാൻ തുടങ്ങിയപ്പോ താരി ചോദിച്ചു, എനിക്ക് ഒരേ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. എന്താ അത്? ബിയാൻ എന്താ ഹോബിയുള്ളത്? ഓ, ഞാൻ ഫുട്ബോൾ കളിക്കും. ദേഷ്യത്തിൽ അതും പറഞ്ഞ് ബിയാൻ മുകളിലേക്ക് കയറിപ്പോയി. പക്ഷേ അത് ദേഷ്യത്തിലാണ് പറഞ്ഞതെങ്കിലും അത് കേട്ട് താരിക്ക് സന്തോഷം തോന്നിയിരുന്നു. മുറിയിലേക്ക് എത്തിയ ബിയാൻ അസ്വസ്ഥതയോടെ ഫോൺ എടുത്തു. സാറയ്ക്ക് അയച്ച മെസ്സേജുകൾ നോക്കി. 5 മിനിറ്റ് നിന്നെ ഒന്ന് കണ്ടാ മതി എന്നൊക്കെ അതിനു മുമ്പ് അവൻ അയച്ചിരുന്നു. പക്ഷേ മറുപടിയൊന്നുമില്ല. ഒന്നാലോചിച്ച് അവൻ വീണ്ടും ഒരു മെസ്സേജ് അയച്ചു. സാറ, നാളെ എന്റെ ബർത്ത്ഡേ ആണ്, നമുക്കൊന്ന് കാണാൻ പറ്റുമോ? സാറയുടെ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് പുലർച്ചെ ബിയാൻ ജോലിക്കായി പുറപ്പെട്ടു. ബിയാൻ ഇറങ്ങി വരുന്ന കണ്ടതും താരി അടുത്തെത്തി ചോദിച്ചു, ഇന്ന് എപ്പോഴായിരിക്കും വരിക? അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നേ എന്നായിരുന്നു ബിയാന്റെ മറുചോദ്യം. മറുപടി പറയാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? താരി തിരികെ ചോദിച്ചു. സാധാരണ പറഞ്ഞ സമയത്ത് തന്നെ വരും എന്നായിരുന്നു ബിയാൻ പറഞ്ഞത്. ബിയാൻ ശേഷം കാറെടുത്ത് പോരുകയും ചെയ്തു. പോരുന്ന വഴിക്ക് ബിയാന് സാറയുടെ മെസ്സേജ് എത്തി. കാണാമെന്നതിന് ഓക്കെ എന്ന മറുപടിയായിരുന്നു അത്. ബിയാന് അത്രമേൽ സന്തോഷം തോന്നുന്നുണ്ട്. ഇതേ സമയം വീട്ടിൽ താരിയാകട്ടെ ബിയാന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അലങ്കാര പണികളൊക്കെ നടത്താൻ തുടങ്ങി. ഫുട്ബോൾ മാതൃകയിൽ സംഭവങ്ങളൊക്കെ അണിയിച്ചൊരുക്കി കേക്ക് പോലും അവൾ ഉണ്ടാക്കി വെച്ചു. ബിയാന് കൊടുക്കുവാൻ നല്ലൊരു ഷൂസും അവൾ വാങ്ങിവെച്ചിരുന്നു. എല്ലാം തയ്യാറായി കഴിഞ്ഞ് ബിയാൻ വരുവാൻ താരി പ്രതീക്ഷയോടെ സന്തോഷത്തോടെ കാത്തിരിക്കാൻ തുടങ്ങി. പക്ഷേ ബിയാനാകട്ടെ മറുവശത്ത് സാറയെ കാണാൻ പോയിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്ന സാറയോട് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് ബിയാൻ സംസാരിച്ചു. നീ ഇപ്പം മാരീഡാണ് ബിയാൻ. ഒരു കുടുംബം തകർക്കുന്നവളായി മാറുവാൻ എനിക്ക് താല്പര്യമില്ല. ദുഃഖത്തോടെ അവൾ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്നത് നീയാണ് സാറ. നമ്മുടെ പദ്ധതികൾക്കിടയിലേക്ക് അവൾ കടന്നു വന്നതല്ലേ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് സാറ, പ്ലീസ്. എനിക്ക് നിങ്ങളുടെ ഇടയിൽ വരണമെന്നില്ല. ഗുഡ് ബൈ പറയാനാ ഞാൻ ഇന്ന് വന്നതുപോലും. സാറ, ഞാൻ പറയുന്ന കേക്ക്. നിന്നെ അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. എന്റെ ലോകം തന്നെ നീയാണ്. ഞാൻ നിന്നോട് അപേക്ഷിക്കുവാണ്, എന്നെ വിട്ടു പോവരുത്. ഒരു കൊല്ലം മതി, അവളെ ഡിവോഴ്സ് ചെയ്യും. ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന അപരിചിതരെ പോലെ മാത്രമായിരിക്കും ഞങ്ങൾ. അത് കഴിഞ്ഞ് നമുക്ക് വിവാഹം കഴിക്കാം. നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാ സന്തോഷത്തോടെയും ജീവിക്കാം. കണ്ണുകൾ നിറഞ്ഞൊഴുകി സാറ ആലോചിച്ചു. ഒടുവിൽ വേദനയോടെയെങ്കിലും 1 കൊല്ലം കാത്തിരിക്കാനുള്ള സമ്മതം അറിയിച്ചു. സമയം ഏറെ രാത്രിയായി. 1 മണി പിന്നിട്ടിരുന്നു. ബിയാൻ വരുന്നതും നോക്കി താരി അപ്പോഴും കാത്തിരിക്കുകയായിരുന്നു. അത്ര നേരമായും ബിയാനെ കാണാതായതോടെ താരിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. നിറ കണ്ണുകളോടെ താൻ വാങ്ങിവെച്ച ഗിഫ്റ്റിലേക്ക് അവൾ ഒന്ന് നോക്കി. ബിയാൻ വരില്ലെന്ന് തോന്നിയതും അവൾ ആ ഗിഫ്റ്റ് തന്റെ മുറിയിലേക്ക് കൊണ്ടുവച്ചു. അലങ്കാരങ്ങളും കേക്കും ഒക്കെ എടുത്തു മാറ്റി. വല്ലാത്തൊരു ദുഃഖവും ദേഷ്യവും അവൾക്കുള്ളിൽ തങ്ങി നിന്നിരുന്നു. അപരിചിതർ എന്ന ആദ്യ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് സീരീസിന്റെ തുടർഭാഗങ്ങൾ നമ്മുടെ സെക്കൻഡ് ചാനലിലായിരിക്കും വരിക. എല്ലാവരും അവിടെ നിന്ന് തുടർന്ന് കാണുമല്ലോ. സെക്കൻഡ് ചാനൽ സന്ദർശിക്കുവാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.